ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ ഈ പഴയ ടീപ്പോയി നമുക്ക് മേക്ക് ഓവർ ചെയ്തിട്ടൊരു പുതിയ ടീപ്പോയി ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം ഈ ടീപ്പോയിലുള്ള പൊടി ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. ഇതുമ്പോൾ എന്തെങ്കിലും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അത് വൃത്തിക്ക് നിൽക്കില്ല. അതിന് ശേഷം നമ്മൾ ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു വാൾപേപ്പറാണ്. ഇതെനിക്ക് 133 രൂപക്കാണ് കിട്ടിയത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള 2 ടീപ്പോയി ഒട്ടിച്ചെടുക്കാൻ മാത്രം ലെങ്ത് ഉണ്ട്. ഫസ്റ്റ് നമ്മളിത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നിവർത്തിയിട്ട് അത് മെഷർമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ടീപ്പോയിൻ്റെ അളവെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് വെച്ചിട്ട് നമ്മളവിടെ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം. അവിടെ ലൈൻസ് ഉണ്ടാവും, ആ ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതാ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നിവർത്തിയതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അറ്റത്ത് കുറച്ച് പോർഷൻസ് ഒന്ന് നിവർത്തിയെടുക്കുക. എന്നിട്ട് പതുക്കെ ഈ ടീപ്പോയിൻ്റെ അറ്റത്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ചെരിവും വളവൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഈ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മെല്ലെ ഈ വാൾപേപ്പർ നമ്മൾ ഈ ടീപ്പോയിമേ ഇങ്ങനെ പതുക്കെ ഒട്ടിച്ചെടുക്കണം. ഈ പുട്ടി ബ്ലേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ വൃത്തിയിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ചുളിവുകൾ വരാതെ വൃത്തിയിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലൊരു ബ്ലേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ടീപ്പോയിൻ്റെ എഡ്ജിലുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് എക്സ്ട്രാ ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിന് ശേഷം നമ്മൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇത് കറക്റ്റാക്കി ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ വിരൽ ഉപയോഗിച്ചിട്ട് വൃത്തിയിൽ ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ നല്ല വൃത്തിയിൽ ഒട്ടിയിട്ടുണ്ട്.
ഇതാ നമ്മുടെ പഴയ ടീപ്പോയിനെ മേക്ക് ഓവർ ചെയ്ത് നമ്മളൊരു പുതിയ ടീപ്പോയി ആക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്.